ഹലോ ഫാമിലി, പോർക്കാണെന്ന് മനസ്സിലായല്ലോ. ഇത് ഏകദേശം ഒരു 1.25 കിലോളം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി ഊറ്റിയ പോർക്ക് കുക്കറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ഒരു 8 എണ്ണം ഉണ്ട്. പിന്നെ അറിയാലോ, ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വെച്ചോട്ടെ, പക്ഷേ ആദ്യത്തെ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പോർക്ക് ഇഷ്ടമില്ലാത്തത് ആ ഒരു മുഷിക്കുമാണോ അല്ലെങ്കിൽ എന്താ പറയുക, പോർക്കിൻ്റെ ഒരു 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 നെഗറ്റീവ് ടേസ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്മെല്ല് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. അത് പോകാൻ ഈ ആദ്യത്തെ ഈ സ്റ്റെപ്പ്, ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെയ്യുന്ന ഈ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിട്ട് വേണം പോർക്ക് ഫ്രൈയോ പോർക്കും കൂർക്കയോ പോർക്കും പച്ചക്കായയോ പോർക്ക് റോസ്റ്റോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കുന്നില്ല, അരച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ പെരിഞ്ജീരകമില്ലേ, വെള്ളം തിളപ്പിക്കുന്ന ജീരകമല്ല, പെരിഞ്ജീരകം ഒരു പിടി തികച്ച് വേണമെന്നില്ല. എന്നാൽ ഇത് ഏകദേശം ഒരു 1.5 കിലോ 1.25 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പിടി പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ടി വരില്ല. അരച്ചിട്ട് ഈ ഒരു കൂട്ടിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന പോർക്ക് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ പോർക്കിന് വരുന്ന ഒരു ഇഷ്ടക്കേട് തോന്നുന്ന ഒരു ടേസ്റ്റ് അങ്ങ് മാറി നല്ല ക്ലീൻ ടേസ്റ്റിലേക്ക് മാറും. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് ആദ്യം അരച്ചെടുക്കുക. പോർക്ക് കഴുകുമ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ട് വേണം പോർക്ക് കഴുകിയെടുക്കാൻ കേട്ടോ. എനിക്കിത് ഞാൻ ചുള്ളിക്കൽ പള്ളിയുടെ അടുത്ത്, അന്തോണീസ് ഉണ്ണിയുള്ള പള്ളിയുടെ അടുത്ത് കൊച്ചിയിലാണ് കേട്ടോ. അവിടെ ശനിയും ഞായറും പോർക്ക് വെട്ടുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് മേടിച്ചാലേ സമാധാനം ആവത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ അരച്ച കൂട്ടും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ആ മിക്സി കഴുകിയിട്ടുള്ള ഒരു കുറച്ച് വെള്ളം, ഗ്ലാസ് വെള്ളമൊന്നും ഉണ്ടാവില്ല. മിക്സി കഴുകിയ കുറച്ച് വെള്ളം, അല്ലാതെ വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എനിക്ക് കിട്ടിയ പോർക്കിൽ ഇത്തിരി നെയ്യ് കുറഞ്ഞു പോയി, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം നെയ്യൊക്കെ വേണം പോർക്കിന്, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതെല്ലാം ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ധൈര്യമുള്ളവരൊക്കെ കൈ കൊണ്ട് മിക്സ് ചെയ്തോട്ടെ. കാരണം ഈ പച്ചമുളകിൻ്റെ പുകച്ചിൽ അസഹനീയമായതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ പോർക്കിന് വയറിനൊക്കെ ബുദ്ധിമുട്ട് ചിലവർക്ക് വരുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്ക് തൂക്കിയിട്ട് അതിൻ്റെ കട്ടിയുള്ളൊരു സ്കിന്നുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ നെയ്യും ഇറച്ചിയും മാത്രമായിട്ട് മേടിച്ചാലും കുഴപ്പമില്ല. വയറുവേദന വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് കേട്ടോ. പോർക്ക് എപ്പോഴും ഒരു മരുന്നാണ്. ശരിക്കും ഈ പൈൽസൊക്കെ ഉള്ളവർക്ക് ഇതൊരു മരുന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ പോർക്ക് ഒരു തണുപ്പാണ്. പോർക്ക് എന്നൊക്കെ പറയുന്നത് ഈ പന്നി കേട്ടോ. അപ്പോൾ ഇതൊരു മരുന്നാണെന്ന് പറയണേക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷമാണ്, മിക്സ് ചെയ്യാൻ മറക്കരുത്, മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. കാരണം ഞാനിതിൽ കൂർക്കയിടാം, ചേനയിടാം, പച്ചക്കായ ഇടാം. പക്ഷെ ഞാനിതിൽ പച്ചക്കായ ഇടാനാണ് എനിക്ക് തോന്നിയത്. നെയ്യ് കുറവാണ്, ടേസ്റ്റൊക്കെ ഒരു ഇത്തിരി കുറവായിരിക്കും. കാരണം നെയ്യ് ഉണ്ടെങ്കിലാണ് ആ കഷ്ണങ്ങളിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചക്കായ അരിയുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ്ട്, അല്ലാതെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ പച്ചക്കായ ഈ കോർണറിലുള്ള നാരുകൾ മാത്രമാണ് ഞാൻ കളയുന്നത്. പച്ചക്കായക്ക് കുറച്ച് തൊലി വേണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ തൊലിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ കറുത്ത പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ കളയണം കേട്ടോ. എന്നിട്ട് ഒരുപാട് ചെറിയ കഷ്ണമാക്കരുത്, ഒരുപാട് മന്ദം കഷ്ണവും ആവണ്ട. മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ വേണം ഈ പച്ചക്കായ കഴുകിയെടുക്കാൻ. 2-3 വട്ടം ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ ഒരു പശ പോലെ ഉണ്ട്, അതങ്ങ് മാറും. അപ്പോൾ ഏകദേശം ഇത് വലിയൊരു വണ്ണുള്ള കായ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ 2 വലിയ കഷ്ണമാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിലെ കഷ്ണങ്ങളായിരിക്കണം. എന്നിട്ട് നല്ലോണം തിരുമ്മി കഴുകിയെടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കഴുകി നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന പോർക്കില്ലേ അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. മസാലയൊക്കെ ആദ്യം മിക്സ് ചെയ്തിട്ട് ഇതിട്ടിട്ട് കുഴക്കരുത്, ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. മേലെ വെച്ച് കൊടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പോർക്ക് പകുതി വേവിച്ച് പിന്നെ പച്ചക്കായ ഇട്ട് രണ്ടാമത് വേവിച്ച് കുഴഞ്ഞു പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ഇങ്ങനെ വെച്ചാൽ കുഴഞ്ഞു പോവില്ല. അപ്പോൾ ഒരു വിസിലടിച്ച് കുറച്ചിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റ് അത്രേ വേണ്ടി വന്നുള്ളൂ എനിക്ക് പോർക്ക് വേവാൻ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ഒരു 6-7 മിനിറ്റ് വേവിച്ചിട്ട്, പോർക്കിൻ്റെ ചിലത് ഇളയതായിരിക്കും, ചിലത് മൂത്തതായിരിക്കും, ആ ഒരു പാകം ഉണ്ടാവും. അപ്പം അതറിയാത്തവർക്ക് ഒരു 6-7 വിസിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ അടിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഒരു വിസിലടിച്ചാൽ കുറച്ചിട്ടിട്ടൊരു 7 മിനിറ്റ്. അത് കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയി കഴിയുമല്ലോ. അപ്പോൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൊരു പാകം. പിന്നെ ഏകദേശം ഒരു 10
200 ഗ്രാം ഉള്ളി, അത് അങ്ങനെ തന്നെ ഇട്ടില്ല, ചില വലിയ ഉള്ളി ഒന്ന് രണ്ടാക്കിയിട്ടോ, അല്ലാതെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും അരിയൊന്നും വേണ്ട. ഒരു 2 ഇടത്തരം സവാള, ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഓൾറെഡി എന്താ നമ്മൾ ഈ പോർക്കിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും കഥകൾ പറയുന്നത്, ഇപ്പം ഈ ചെയ്യുന്ന പ്രൊസീജിയർ വറുത്തരച്ചിട്ടുള്ള പോർക്ക് കറി ഉണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഈ മസാല ചെയ്യാൻ പോകുന്നില്ലേ, ഉള്ളിയിട്ട് വഴറ്റുക, അതിൽ ആ പൊടികളെല്ലാം തന്നെ നമ്മൾ തേങ്ങ വറക്കുമല്ലോ, തേങ്ങ വറക്കുമ്പോൾ ആ പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ച് അരച്ചു വെക്കുക. സെയിം തന്നെ, സിമ്പിളാണ്. ഇതിനെല്ലാത്തിനും ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വറുത്തരച്ച പോർക്ക് റെഡിയായി. അല്ല, ഇതിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ വേവിച്ച് 7 മിനിറ്റ് ഒന്നും വേവിക്കണ്ട. അപ്പോൾ ഒരു 5-6 മിനിറ്റ് വേവിച്ചിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ ആ ഒരു ടേസ്റ്റ് ഇല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നല്ല പോർക്കാണ് ഈ ചുള്ളിക്കലിന് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചട്ടി വെക്കാം. നമ്മൾ എന്ത് ചട്ടിയാണ് വെക്കണ്ടേ, അതിൻ്റെ ഇടയ്ക്ക് വിശന്നിടാം. അപ്പോൾ ഒരു പഴംപൊരിയും ചായയൊക്കെ, നമ്മളുടെ ആരോഗ്യമൊക്കെ നോക്കണ്ടേടാ മുത്തേ. അപ്പം അത് വേവട്ടെ. ആ വേവണ സമയം കൊണ്ട് നമ്മളിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വലിച്ചു വരി തിന്നണം. അപ്പം ഞാൻ നമ്മുടെ ഇറച്ചിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇറച്ചിക്കറികൾ വെക്കണ ചട്ടിയാണ് ഇത്. അപ്പം അതിലിട്ട് വഴറ്റുക, നന്നായിട്ട് വഴറ്റുക. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇട്ടോ, നമ്മൾ ഓൾറെഡി പോർക്കിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും അതിലൊന്ന് ഉപ്പിടുക. മൺചട്ടി അറിയാലോ, പെട്ടെന്ന് അങ്ങ് ചൂടാവും. നമ്മുടെ പോർക്കാണെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നെയ്യ് കുറവുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇതേ പച്ചക്കായ ഒന്ന് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് അവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. പോർക്കും അതുപോലെ തന്നെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഏകദേശം ഒരു 7-8 മിനിറ്റ്, നിങ്ങളൊരു 6-7 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതി. പോർക്കിൻ്റെ ഒരു പാകം അറിയണമല്ലോ. എന്നിട്ട് ഇതങ്ങ് വഴറ്റുക. വഴറ്റാനായിട്ട് ഏകദേശം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഒരു 5 മിനിറ്റ് വരെയൊക്കെ എത്തും. ഏകദേശം ഈ ഒരു കളറ് ആവുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി ഒരു 3/4 സ്പൂൺ, എരിവില്ലാത്ത മുളക് പൊടി ഒരു 3/4 സ്പൂൺ. സ്പൂണിൻ്റെ ഒരു സൈസ് കണ്ടല്ലോ അല്ലേ, അത്രയും. പിന്നെ മല്ലിപ്പൊടി ഒരു 3-4 സ്പൂൺ ഇട്ടോ കേട്ടോ. ഒരു 4 സ്പൂണുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൽ തൊട്ട് താഴെ ഇപ്പം 4 സ്പൂൺ മല്ലിപ്പൊടി ആണെങ്കിൽ 3 സ്പൂൺ ഗരം മസാല പൊടി. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഇപ്പോൾ ഗരം മസാല റെഡിമെയ്ഡൊക്കെ കിട്ടും. പിന്നെ കുരുമുളക് പൊടിച്ച് വെച്ചത് ഇത്തിരി കുറവായിപ്പോയി. 2 സ്പൂണാണ് ഞാൻ ഇട്ടത്. നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും കുരുമുളക് പൊടിച്ച് ചേർക്കാം. അപ്പോൾ 2 സ്പൂൺ കുരുമുളകിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊരു 3 സ്പൂൺ കുരുമുളക് ഇടണം. കാരണം അത്യാവശ്യം നല്ല എരിവ് വേണം, എന്നാലാണ് ആ പോർക്കൊന്നും ആ ഒരു ഇതാവുള്ളൂ. അപ്പോൾ ഇച്ചിരി എണ്ണ കുറവ് തോന്നി. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഇച്ചിരി കുറവായതിൻ്റെ സങ്കടം ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നെയ്യ് വേണം പോർക്കിന്. പോർക്കായാൽ നെയ്യ് വേണം, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഇതിങ്ങനെ വഴറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിച്ചെടുക്കണമല്ല, നല്ലോണം മൊരിച്ച് നല്ല കറുത്ത കളറിൽ. ഈ ഒരു പ്രൊസീജിയറാണ്. ഉള്ളി മാത്രം മാറ്റിയിട്ട് തേങ്ങയിൽ ഈ പൊടികൾ ഇട്ടിട്ട് നമുക്കിങ്ങനെ മൂപ്പിച്ച് അരച്ചെടുക്കാം. അപ്പോൾ വറുത്തരപ്പാവും. ഉള്ളി മൊരിച്ചിട്ട് ആ വറുത്തരപ്പ് ഇട്ടാൽ മതി. പിന്നെ അതങ്ങ് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നേരെ പോർക്കിട്ടാൽ വറുത്തരച്ച പോർക്ക് കറിയായി. ഇപ്പോൾ പച്ചക്കായുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് കൂർക്കയിടാം. കൂർക്കയും പോർക്കും കേട്ടിട്ടില്ലേ അങ്കമാലിക്കാരുടെ? ഇത് നല്ലോണം കറുത്ത് കരിഞ്ഞിട്ടില്ല കേട്ടോ, മൺചട്ടിയാണ്. എന്നിട്ട് ഇതങ്ങ് ഇടുക. വെള്ളമൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അധികം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഉണ്ടെങ്കിലാണ് നെയ്യ് കുറേ വരുന്നത്. ഞാൻ വെള്ളമൊന്നും നിങ്ങൾ ചേർത്ത് കണ്ടില്ലല്ലോ, കറക്റ്റ് പാകത്തിന് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുത്തി ഇളക്കി ഒരുമാതിരി പൊടിച്ച് മറ്റേ കട്ട്ലൈറ്റ് പാകമൊന്നും ആക്കിയെടുക്കരുത്. അത് ആ കുക്കറിൽ വേണമെങ്കിൽ ഇത്തിരി കൂടി അഴവ് വേണമെന്നുണ്ടെങ്കിൽ ആ കുക്കറിൽ ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചോ വേണമെങ്കിൽ. എൻ്റെ ആവശ്യം നിങ്ങളുടെ ഒരു പാകമാണ്, അത് എത്രത്തോളം അഴവ് വേണം എന്നുള്ളത്. ഇതിങ്ങനെ ഇളക്കി ആ ഒരു മസാലയിൽ കുറഞ്ഞ തീയിൽ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് ഒക്കെ മതി. എന്നിട്ട് ആവശ്യത്തിലധികം കറിവേപ്പിലയും പിന്നെ ലാസ്റ്റ് പച്ചമുളക് പച്ചയ്ക്ക്, ഒരു സ്ഥലത്തും പോയി മൊരിക്കൊന്നും വരും, പച്ചയ്ക്ക് ഒരു 3-4 പച്ചമുളക് അങ്ങ് അരിഞ്ഞിട്ടേക്കണം. ആ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ മൊരിച്ചിടാട്ടോ, അല്ലെങ്കിൽ സവാളുടെ ഒപ്പമൊക്കെ ഇടണമെങ്കിൽ ഇടാം. തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക്, പച്ചക്കായും കൂർക്കയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടേണ്ട ആവശ്യമില്ല. ഈ സാധനം ഉണ്ടല്ലോ പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാത്ത ആൾക്കാരുണ്ട്, അത് അവരവരുടേതായ ഓരോ ആചാരങ്ങളുടെ ഭാഗമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് വയറൊക്കെ ഒന്ന് റെഡി ആവാനും നമ്മൾ ബോഡിയൊക്കെ ഒന്ന് കൂളാവാനും ഒക്കെ നല്ലതാണ്. ചില ചെറിയന്മാർ പറയണ്ടാവും, സാറാമ ഒരു ചൂടത്തിയാണ്, അപ്പം ഇടയ്ക്ക് പോർക്കും താറാവൊക്കെ മേടിച്ച് കഴിച്ച് ആ ദേഷ്യമൊക്കെ ഒന്ന് കുറക്കട്ടെ. ഇതേ കണ്ട പച്ചക്കായ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, പൊട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെയെന്ന് വെച്ചാൽ കഴിക്കടാ.
ഈ ചുള്ളിക്കല് എല്ലാ ശനിയും ഞായറും ചുള്ളിക്കല് സെന്റ് ആന്റണീസ് പള്ളിയുടെ അടുത്ത് ചേട്ടൻ പോർക്ക് വിൽക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഒരു സ്മെല്ലോ ഇതൊന്നും ഇല്ലാതെ ചേട്ടൻ പോർക്ക്. ചേട്ടൻ്റെ നമ്പർ വേണമെങ്കിൽ ഇട്ടേക്കാട്ടോ. ശനി ഞായറും ആണ്. അല്ല അതിൻ്റെ ഇടക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവരുണ്ടെങ്കിൽ കല്യാണ ടീമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാ, ചേട്ടൻ അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ.